ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മാർച്ച് 15 പൊന്നുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇന്നലെ ഞാൻ അതുവരെയാണ് വീഡിയോ എടുത്ത് നിർത്തിയത്. അപ്പോൾ രാവിലെ ഇതേ എണീറ്റപ്പോൾ രാവിലെ അല്ല 12 മണിക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ അത് ഒതുക്കി സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ പതിവുംപടി എണീറ്റു. അപ്പോൾ നല്ലോണം നേരത്തെ എണീറ്റു കേട്ടോ, കാരണം കുട്ടികൾക്ക് സൈക്ലിങ്ങിന് പോകാൻ വേണ്ടിയിട്ടും പിന്നെ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനായിരുന്നു പ്ലാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ കാലത്ത് എണീറ്റ് കുട്ടികൾ പുറത്തൊക്കെ പോയി ഒന്ന് നടന്ന് വന്നതിന് ശേഷം വെറുതെ ചായ കുടിക്കാനായിട്ട് നിന്നു. അപ്പോൾ ഇന്നലെ തോമും പാച്ചും ഉറങ്ങിയേക്കായിരുന്നല്ലോ. ഉച്ചു കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഡോണും ഡാഡി ഉറങ്ങിയെങ്കിലും ഉറക്കത്തിൽ നിന്ന് വിളിച്ചു. ഞാനും ഡിവൈനും ഡിംപിളുമാണ് ഉറങ്ങാണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അവർ വന്ന് കേക്കൊക്കെ കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്തൊക്കെ ശേഷം അതിൻ്റെ എന്താ പറയുക, കുട്ടികളുടെ വക വിഷ് രാവിലെ ആയിരുന്നു. പാച്ചുൻ്റെയും തോമുൻ്റെയും വക കേട്ടോ. ക്ലാപ്പ് ചെയ്ത് ഒച്ചുവിനെ വിഷ് ചെയ്തു, അമ്മേനെ വിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവർ ചായയൊക്കെ കുടിച്ച് സൈക്ലിങ്ങിന് ഇറങ്ങി. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഫുഡിൻ്റെ കാര്യം വളരെ കൃത്യമായിട്ട് അപ്പാപ്പം ആവശ്യമുള്ള സംഭവങ്ങൾ അപ്പാപ്പം നമ്മുടെ റൂമിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. അവിടെ ഒരു ഡൈനിങ്ങിൻ്റെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് അവർ വെക്കുകയും ചെയ്യട്ടോ. നല്ല 3 പേരാണ് അതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരിതേ സൈക്ലിങ്ങിന് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യാനും പിന്നെ വോയിസ് ഓവർ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ആ സമയത്താണ് ഇവിടെ വൈഫൈ ഈ പുറത്ത് അവരുടെ റൂമിൻ്റെ വശത്താണുള്ളത്, നമ്മളുടെ റൂമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണീറ്റിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് അതാണ് ഈ 9 മണിക്ക് പറ്റാഞ്ഞത്. കാരണം അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ ടൈം എടുക്കുമായിരുന്നു. ഞാൻ 8:30 ആയിട്ടാണ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോഴാണ് കേട്ടോ ഞാനിത് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ലേറ്റായത്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും ചെറുപയറും പിന്നെ പഴം പുഴുങ്ങിയത് പിന്നെ നമ്മളുടെ ഓംലെറ്റ് ഇങ്ങനെയായിരുന്നു കേട്ടോ ഇന്നത്തെ മെനു. പിന്നെ പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ ഇന്നലെ വാട്ടർ മെലനായിരുന്നു, ഇന്ന് പൈനാപ്പിളാണ്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു കേട്ടോ. അപ്പോൾ എല്ലാതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അവിടുത്തെ 3 ഞാൻ പറഞ്ഞു കളിയാക്കിയിട്ട് ത്രിമൂർത്തികളെന്ന്. വിഷ്ണു, വിപിൻ, രാഹുൽ, ഇങ്ങനെയാണ് കേട്ടോ 3 പേരുടെ പേര്. അപ്പോൾ ഇവർ 3 പേരാണ് ഇത്രയും വലിയൊരു റിസോർട്ട് ഇത് കൺട്രോൾ ചെയ്ത് വരുന്നത്, വിപിനും വിഷ്ണുവും രാഹുലും. അപ്പോൾ ഞങ്ങൾ പോരണ നേരത്ത് അവരെ വെച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ യൂട്യൂബിൽ ഇടട്ടോ. അതുകൊണ്ടപ്പോൾ അവർ സന്തോഷത്തിലാണ്. അപ്പോൾ നല്ല 3 മക്കൾ, ഞാൻ പറഞ്ഞില്ലേ 3 പേരുടെയും ജോലി അവരാരും വളരെ കൃത്യമായിട്ട് ചെയ്ത 3 പിള്ളേരാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായപ്പോൾ ഡിമ്പിൾ പറഞ്ഞു ഹാൻസൻ്റെ കൂടെ ഒരു വട്ടം വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങിയത്. അങ്ങനെ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങി. കാരണം ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ പോണത് വൈത്തിരി പാർക്കിലേക്കാണ്. അപ്പോൾ അധികം 2 മണിക്കൂർ അങ്ങോട്ട് ഡ്രൈവ് ഉള്ളതും നമ്മൾ തൃശ്ശൂർക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ പിന്നെ അതിന് വേണ്ടി പ്രത്യേകിച്ച് ഇനി വേറൊരു സമയത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെയും കൂടി ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച കോട്ടേജ് കേട്ടോ. ഒരു റൂമിൽ നിന്ന് കയറുമ്പോൾ മറ്റേ എന്താ പറയുക പൂളും ഡൈനിങ് ഏരിയയും 2 വശത്ത് 2 റൂമും ഭയങ്കര സൗകര്യമുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങളുടെ നനഞ്ഞ തുണി കെട്ടി വെച്ചതാണ് കേട്ടോ, എന്താണാവോ എന്ന് വിചാരിക്കേണ്ട. അവിടെ നിന്ന് ഞങ്ങളിതാ ഇറങ്ങി നേരെ ഞങ്ങൾ ഈ പറഞ്ഞ വൈത്തിരിയിലേക്കാണ് വന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാറ് കുറച്ച് ദൂരെയാണ് പാർക്കിങ്. അവിടെ ദൂരെ എന്ന് പറഞ്ഞാൽ കുറേ ദൂരെയല്ല കേട്ടോ, പിന്നെ മറ്റേന്താ നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ജീപ്പ് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ പിക്ക് ചെയ്തിട്ട് നേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കും അത് ഭയങ്കര സന്തോഷമായി. ഇന്നലെ ബാണാസുര ഡാം നിങ്ങൾ ഡിവൈൻ്റെ വീഡിയോ കാണുമ്പോൾ പറയാം, അവിടെയും അതെ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അവരുടെ വണ്ടിയിൽ പോകുമായിരുന്നു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ, പാച്ചും തോമും. അങ്ങനെ ഞങ്ങളിതേ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേശ്ശെ പേരിങ്ങനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് അവിടെ. അങ്ങനെ വന്നിറങ്ങണം അവിടുത്തെ ഒരു ഷോപ്പ്. അപ്പോൾ അവിടെ നിന്ന് ഡിമ്പിള് മോന് വേണ്ടി ഒരു മറ്റേ റിങ് വാങ്ങിയിട്ടോ, ലൈഫ് ബോയില്ലേ മറ്റേ ഇത് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അതൊരെണ്ണം വാങ്ങി. കാരണം തോമൂനുണ്ടായിരുന്നു. അപ്പോൾ പാച്ചുവിന് ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അതില്ലാണ്ടിരിക്കേണ്ട വെച്ചിട്ട് കയറുമ്പോൾ തന്നെ വാങ്ങി. പക്ഷേ അത് യൂസ് ചെയ്യേണ്ടി വന്നില്ല.
അപ്പോൾ ഇതാണ് വൈതിരി പാർക്ക് കേട്ടോ. അപ്പോൾ ഈ പാർക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം ആളുണ്ട്. ഇത് സംഭവം എന്താ പറയുക, വീക്കെൻഡ് ഒന്നും അല്ലെങ്കിൽ പോലും നല്ലോണം ആളുണ്ടായിരുന്നു. ഉച്ചയാണെന്നൊന്നും നോക്കിയിട്ടില്ല കേട്ടോ, ഇഷ്ടംപോലെ ആളുണ്ട്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു 1 വർഷമായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് തുടങ്ങിയിട്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ ജയൻ സ്വിങ് കണ്ടപ്പോൾ തന്നെ ഡിവൈൻ പറഞ്ഞു ഞാനതിൽ കയറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കയറി. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ, കുട്ടികളുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് കവർ ചെയ്തെടുത്തുള്ളൂ, അങ്ങനെ കുറേ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഓരോ സെക്ഷനായിട്ട് കാണാനായിട്ട് പോയി. ഓരോ ഭാഗങ്ങളും കണ്ട് ചിലതിലൊക്കെ കുട്ടികളിരുന്നു, ചിലതിലൊന്നും ഇരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഊഞ്ഞാലിങ്ങനെ ആട്ടണയിൽ മുമ്പായിട്ട് നല്ലോണം വലിച്ച് വിടുകയാണ് ചെയ്യുക. അപ്പോൾ അത് കണ്ടിരിക്കുമ്പോൾ നമുക്ക് പേടിയാണ്, പക്ഷേ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് വേറെ കുട്ടികളാരോ ഉള്ളതാണ് കേട്ടോ, നമ്മുടെ പിള്ളേരെല്ലാം തോന്നുന്നുണ്ട്. അങ്ങനെ ഡോണും കുട്ടികളൊക്കെ ഇറങ്ങി. അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ തന്നെ ഇവിടെ കയറി. അതുണ്ടായത് ആദ്യം താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കയറിയിട്ട്. അപ്പോൾ നേരത്തെ ആടിയത് നമ്മുടെ കുട്ടികളല്ല കേട്ടോ. ഞാനും പെട്ടെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എങ്ങനെയാണ് അത് വന്നതെന്ന്. കാരണം എൻ്റെ കയ്യിൽ ഡിംപിളിൻ്റെ ക്യാമറയും ഡോണിൻ്റെ കയ്യിൽ ഡിവൈൻ്റെ ഫോണുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫോണിൽ ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ അതോറിറ്റി. അപ്പോൾ ആ ചേട്ടനാണ് ഡിംപിളിനെ വേറൊരു കുട്ടിയെ ഏൽപ്പിച്ചിട്ട് എല്ലായിടത്തും കൊണ്ട് കാണിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ആ മോളെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 12D കണ്ടു. അവിടെ നല്ല രസമുണ്ടായിരുന്നു. വാട്ടർ സ്പ്രേയും പിന്നെ എന്താ പറയുക, നല്ല പേടിപ്പെടുത്ത 12D പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, ഫിലിമാണ്. അതിൻ്റെ ഇങ്ങനെ 3Dയുടെ ഇതാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ അവിടെ തന്നെ സ്റ്റോളുണ്ട്, മറ്റൊരു ചെറിയൊരു കഫേ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല തണുത്ത നല്ല ചൂടുണ്ടല്ലോ അവിടെ. പക്ഷേ ചൂടില്ല കേട്ടോ, ഇളം വെയിലുണ്ടെങ്കിലും അങ്ങനെ ഉഷ്ണം ഫീൽ ചെയ്തില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു ലെമൺ ജ്യൂസൊക്കെ കഴിച്ച് അവിടുന്ന് കിഡ്സ് ഏരിയയിൽ കടന്നു. അപ്പോൾ അവിടെ കുട്ടികളുടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം അവിടെ നിൽക്കാൻ നിന്നില്ല, കാരണം ഓൾറെഡി ഇന്നലെയും മിനിയാന്നും ഒക്കെ ഈ വെള്ളത്തിലും ഈ യാത്രയൊക്കെ ആയിട്ട് കുട്ടികളും കുറച്ച് വീക്കായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ പറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പോണ വഴി ആയതുകൊണ്ട് മാത്രം നമ്മൾ അവിടെ കയറിയതാണ് കേട്ടോ. അങ്ങനെ കുട്ടികളുടെ ട്രാംപ്ലിൻ അവർക്കത് പരിചയമാണല്ലോ, ഇവിടെയുള്ള കാരണം അവർ ചാടി അവർക്കത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇത് ഭയങ്കര വലുപ്പവും കുറേയും കൂടി സ്പ്രിങ് ആക്ഷൻ ഉള്ളതായിരുന്നു കേട്ടോ. നല്ലോണം ഇങ്ങനെ താഴേക്ക് പോകുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് ഈ ബൗളിൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ പാച്ചു ഈ നിൽക്കുന്ന മോളില്ലേ, ആ മോളുടെ കൂടെ പോയിട്ട് എല്ലാ റൈഡിലും കയറില്ലായിരുന്നു പാച്ചുവിൻ്റെ പണി. തോമൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ചെറുതായിട്ടൊരു പനിയുടെ കോളുണ്ടായിരുന്നു, പക്ഷെ പനിച്ചൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മയില്ലാണ്ട് അവൻ നീങ്ങില്ല. ഇവനങ്ങനെയല്ല, ഇവൻ ആ മോളുടെ കൂടെ കംപ്ലീറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് കറങ്ങി വരിക ചെയ്തത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോണ സമയത്താണ് ഇവിടെ പ്ലേ ഏരിയ സോഫ്റ്റ് പ്ലേ ഏരിയ. അപ്പോൾ മൂപ്പരിതേ വന്ന് അവിടെ നിന്ന് ഒഴുകാണ് കേട്ടോ. അപ്പോൾ ഡിവൈനും ഡോണും അവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ജയൻ സ്വിങ്ങിൽ നിന്ന് അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ഇത് കഴിഞ്ഞ് ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ലോക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി താഴേക്ക് വന്നതാണ്. ആ വന്ന കൂട്ടത്തിൽ ഇവൻ ദേ ഇവിടെ കിടന്ന് കളിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് താഴേന്ന് തന്നെ ട്രക്കിൽ കയറിയിട്ട് നേരെ അവിടെ പോയിട്ട് ഇറങ്ങുക ചെയ്തത്. അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും അതേ വന്ന് പരിചയപ്പെടും, ഒക്കെ നല്ല നല്ല കുട്ടികൾ. അപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയത്, അവിടെ ഇപ്പോൾ നോമ്പായ കാരണം മുസ്ലിം കുട്ടികൾ കുറേ നല്ല മക്കളുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞങ്ങൾ ഈ വെയിൽ കണ്ടപ്പോൾ ഞങ്ങൾ പറയായിരുന്നു ആ കുട്ടികൾ ദാഹിച്ചിട്ട് എങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവുക. കാരണം അവരുടെ നോയമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായിട്ടുള്ള വ്രതം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത് ആ കുട്ടികൾ നിൽക്കണ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയുക, ഭയങ്കര സന്തോഷമാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരോട് ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ചിരിച്ചുള്ളൂ, മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം അവരൊക്കെ നിർബന്ധമായിട്ട് എല്ലാവരും എടുക്കുന്നതാണല്ലോ. അങ്ങനെ ദേ ഈ മോളോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവരുടെ വണ്ടിയിലാണ് കയറുകയെന്ന്. അപ്പോൾ അവരുടെ ജീപ്പിൽ കയറി ഞങ്ങൾ ശരിക്ക് മെയിൻ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് അവിടുന്ന് ഡോണിനെയും ഡിവൈനെയും മോനെയും കയറ്റുകയാണ് ചെയ്തത് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ ഫുഡ്, അപ്പോൾ ഇവർ കുറേ നിർബന്ധിച്ചു അവിടുന്ന് ഫുഡ് കഴിക്കാതെ. അപ്പോൾ ഞങ്ങളത് കഴിച്ചില്ല, നേരെ താജിലേക്കാണ് വന്നത്, താജ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന്. അപ്പം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻറ്റ്. ഫുഡും അതെ നല്ല ഫുഡായിരുന്നു. പക്ഷേ ഞാൻ സത്യത്തിൽ ഒന്നും കഴിച്ചില്ല. ഞാനൊരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചുള്ളൂ.
കുട്ടികൾ മന്തിയായിട്ടും ജീര റൈസായിട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇതേ താമരശ്ശേരി ചുരം വഴിയാണ് പോണത് കേട്ടോ. അപ്പോൾ കേട്ടിട്ടുള്ളൂ, പോകുമ്പോൾ ആ വഴിയല്ല വന്നേ. അപ്പോൾ ദേ ഇങ്ങോട്ട് പോകുമ്പോഴാണ് നിറച്ച് നമ്മുടെ കുരങ്ങന്മാർ. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി അവരെ കാണാനായിട്ട്. അപ്പോൾ ഡോൺ വണ്ടി പതുക്കെ അവിടെ നിർത്തിയിട്ടോ. അപ്പോൾ നിർത്തിയിട്ട് അവർക്ക് ദേ കുരങ്ങന്മാരെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുരങ്ങൻ്റെ വയറ്റിൻ്റെ അവിടെ ഒരു കുട്ടീനെ ഇങ്ങനെ കെടുത്തിയിട്ടാണ്. അപ്പോൾ കാണുമ്പോൾ കണ്ടു എന്തോ ഒരു എന്താ പറയുക, അവിടെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കാമെന്ന് പറയില്ലേ, നമ്മൾ വിചാരിക്കും ഇപ്പോൾ ആ കുട്ടി വീണ് പോകുന്നു. പക്ഷേ കുറേ നേരം ഞങ്ങൾ ഇങ്ങോട്ട് വണ്ടി പോകുമ്പോഴും ആ അമ്മ കുരങ്ങൻ കൊച്ചിനെയും കൊണ്ട് അങ്ങനെ കുറേ ദൂരം വന്നു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര, ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാവില്ല വയറുമ്മ ഉണ്ണി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവരെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാച്ചുവിനെ അതിനൊന്ന് തുറന്ന് പിടിക്കണമെന്നുണ്ട്. തോമും അതെ കുറേ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ ധൈര്യമായിട്ട് തുറന്നില്ല. കാരണം എങ്ങാനും ചാടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ പരീക്ഷിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി ഇട്ടിട്ട് ഗ്ലാസ് കയറ്റിയിട്ട് അവിടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നിന്നു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ കുരങ്ങനെ കണ്ടു. ഞങ്ങൾ അന്നാൾ പോയപ്പോഴും അവിടെ കുരങ്ങൻ ഉണ്ടായിരുന്നു, വേറൊരു തരം കുരങ്ങായിരുന്നു. അപ്പോൾ അവർക്കതിനെ മനസ്സിലായി. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന കുരങ്ങന്മാരായ കാരണം മങ്കി എന്ന് പറഞ്ഞിട്ട് അവർക്ക് 2 പേർക്കും മനസ്സിലായി. അപ്പോൾ പിന്നെ വാതോരാണ്ടുള്ള മങ്കിയെക്കുറിച്ചുള്ള വിശേഷങ്ങളായിരുന്നു അവർ ചാടണത്, അവർ തിന്നണത്. അപ്പോൾ ഒരു മങ്കി അതിൽ കേക്ക് കടിച്ച് തിന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് എന്താ പറയുക, കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുരങ്ങൻ, ആ കുരങ്ങൻ്റെ ഞങ്ങളിങ്ങനെ പോരിനോട് കൂടിയിട്ട് വന്ന് ഇപ്പുറത്തെ ഇത് വന്നിരിക്കുക കണ്ടോ. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഞാനും ഡാഡിയും പറയായിരുന്നു, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങളായി ഇതുപോലെ ഇങ്ങനൊരു ഹൈവേ കൂടെ പോയിട്ട്. കാരണം മുമ്പ് ഞങ്ങൾക്ക് എപ്പോഴും യാത്രകളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റേ കൊറോണയ്ക്ക് ശേഷം ഞങ്ങളങ്ങനെ ലോങ് ട്രിപ്പ് പോയിട്ടില്ല എവിടെയും. അങ്ങനെ പോരുമ്പോഴാണ് നല്ല എന്താ പറയുക നോമ്പുതുറയുടെ സാധനങ്ങളായിട്ടുള്ള ഒരു ഷോപ്പ് കണ്ടത് കേട്ടോ. ഷോപ്പല്ല, റെസ്റ്റോറൻ്റാണത്. അപ്പോൾ റമദാൻ സ്പെഷ്യല് വൈറ്റ് ഹൗസ്, മലബാർ വൈറ്റ് ഹൗസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ മുറ്റത്താണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഐറ്റംസ്. ഇതിലെനിക്ക് തോന്നുന്നു ഒരു 6-7 ഒരു 8-9 ഐറ്റം ഞങ്ങൾ പരീക്ഷിച്ചു കേട്ടോ, കഴിച്ചു നോക്കിയാൽ എല്ലാതും ഒന്നിനൊന്ന് മെച്ചം. അപ്പം ഞാൻ സ്ഥിരം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രൂപ്പിൽ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോമ്പ് തുറയ്ക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇട്ടോളൂ, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് ഐറ്റം എന്ന് കാണുകയും നമുക്ക് പരീക്ഷിച്ച് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കൊതിയായിട്ടിരിക്കുന്ന സമയത്താണ് ഇത് നേരിട്ട് കണ്ടത്. അപ്പോൾ ഞങ്ങൾ എല്ലാത്തിൽ നിന്നും വാങ്ങി, വെജും നോൺ വെജും ഒക്കെ ഉണ്ട്. നോൺ വെജാണ് അധികം, എന്നാലും വെജും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാത്തിൽ നിന്നും വാങ്ങി. അപ്പോഴാണ് നമ്മുടെ പാച്ചുട്ടന് ഒരു കൊതി. അപ്പോൾ അവൻ ഒരു ഐറ്റം ചൂണ്ടിക്കാണിച്ചു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര എനിക്കിഷ്ടമായൊരു ഇതാണ് കേട്ടോ. ഇതിലെനിക്ക് തോന്നുന്നു മുട്ടയും പഴം ഉണ്ടണാവോ, ഞാൻ തിന്ന് നോക്കിയിട്ടില്ല. പിന്നെ കാഷ്നട്ട്, തേങ്ങ, അങ്ങനെ കുറേ ആയിട്ടുള്ള എന്തോ ഒരു പേര് പറഞ്ഞു. പിന്നെ മറ്റേ എന്താ പറയുക, വെജിറ്റബിൾ കുറുമ, പാൽക്കപ്പയാണ് കണ്ടത് കേട്ടോ. പിന്നെ ചിക്കൻ കറി, പിടി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിടിയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു അത് വാങ്ങി കൊണ്ടുപോകാം നമുക്ക് വീട്ടിലേക്ക് നിന്ന്. പിന്നെ അവരെന്നെ പറഞ്ഞു തേങ്ങാപ്പാലിലൊക്കെ ഉള്ളതാണ്, ചിലപ്പോൾ പുഴുകിയിട്ട് കേടായാലോ, അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൽക്കാലം കഴിക്കാനുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടോ. എല്ലാതും അതെ നല്ല ടേസ്റ്റുള്ള ഇതൊരു മീൻ പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടോ, മീൻ പത്തിരി, പിന്നെ നമ്മുടെ കിളിക്കൂട്, പിന്നെ ഉണ്ടായിരുന്നു കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള നമ്മുടെ കുട്ടികളെയൊക്കെ ഞാൻ ഓർത്തു. അവർ ഓരോ ദിവസം ഇട്ട കേട്ടോ. അപ്പോൾ ഇവിടെ പാച്ചുവിനൊരു പൂതി അത് കണ്ടപ്പോൾ കിളിക്കൂട് വേണമെന്ന് അങ്ങനെ വാങ്ങി അവന് കല്ലുമ്മക്കായ നിറച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇരുന്ന് കഴിച്ചു. കാരണം അവിടെ സെർവ് ചെയ്യേണ്ട, അവിടെ കൊണ്ടുപോകേണ്ട സമയമായിട്ടില്ല, നോമ്പ് എന്താ പറയുക, നോമ്പിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങോട്ട് ഇടയിൽ പോന്നിട്ട് ഒരു കൊച്ചു ചായക്കടയിൽ കയറി ചായ കുടിച്ചു. അപ്പോൾ അവിടെ ഒരു മോനിരിക്കണുണ്ടോ. ആ മോനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോംബെ ടു കന്യാകുമാരി ബൈ റോഡ് ബുള്ളറ്റുമേ അവൻ പോവാണ്. അപ്പോൾ അവനോട് വർത്താനമൊക്കെ പറഞ്ഞ് എന്താ പറയുക അവിടെ നിന്ന് നീങ്ങി. അപ്പോഴാണ് ഉപ്പിലിട്ടത്. ഇത് ചങ്ങരംകുളം വശത്താണ് കേട്ടോ ഉപ്പിലിട്ടത്. അതിൽ ഇപ്പോൾ 2 ട്രെയിലിരിക്കുന്നത്, ഒന്ന് ചെമ്മീൻ ചമ്മന്തി, ഒന്ന് പുതിന ചമ്മന്തി. എനിക്ക് വായിൽ ഇപ്പോഴും വെള്ളം വരിക. കാരണം
നമ്മൾ ഏതാണ് സാധനം എടുക്കണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഏത് ചമ്മന്തിയിലാണോ മസാല എന്ന് പറയണം പരട്ടിയിട്ട് അവർ നമുക്ക് തരിക ചെയ്യുക. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും വായിന്ന് വെള്ളം വരിക. അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളത് വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ കേരളയ്ക്ക് വന്നു. അത് കഴിഞ്ഞ് ബിസ്മിയിലേക്ക് വന്നു. രാത്രിയിലേക്ക് ഓരോ പൊറോട്ട, ആർക്കും ശരിക്കും ഒന്നും വേണ്ട, എന്നാലും ഓരോ പൊറോട്ടയും കറിയും വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളിത് നാളേക്കുള്ള നൂലപ്പം വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ നമ്മുടെ നടത്തറ സെൻറ്റർ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് 3ാമത്തെ ദിവസം. ശരിക്കും 2 രാത്രി ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് 3ാമത്തെ രാത്രിയാണ്. അങ്ങനെ അതേ പള്ളിയുടെ മുമ്പിൽ കൂടെ അന്തോണിസ്പുണ്യാളുടെ പള്ളി നൊവേനയുടെ കൈപ്പോളയുടെ കപ്പേളയുടെ മുമ്പിൽ കൂടെ ദേ നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ട് വന്ന് കയറി. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയതും അവിടെ തുടങ്ങി നമ്മുടെ 3 മക്കളും ഉള്ള ബഹളം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ സമയം ശരിക്ക് 9:40 കണ്ടോ, 9:40 ഞാൻ കയറിയ വഴിക്ക് ഞാൻ എടുത്തതാണ്. അങ്ങനെ തന്നെ നമ്മൾ നടയിൽ പോയി ഒരു മെഴുകുതിരി കത്തിച്ചു. കാരണം ഇന്നലെ ഒരു ദിവസം തിരി കത്തിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കത്തിച്ച് നമ്മുടെ യാത്രകളൊക്കെ ഏറ്റവും ഭംഗിയാക്കി തന്നതിന് നന്ദിയൊക്കെ പറഞ്ഞ് കുട്ടികളെ കുരിശൊക്കെ വരപ്പിച്ച് അപ്പോഴേക്കും അവർ അപ്പോൾ സ്ലൈഡ് ഈ സൈഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കുരിശ് വരെ കഴിഞ്ഞത് അവർ തുടങ്ങി അവരുടെ പണികളിൽ ഏർപ്പെട്ടു. അപ്പോൾ ഞാൻ അവരെയൊക്കെ അവിടെ നിർത്തി. കുട്ടികളൊക്കെ വന്ന് എടുത്ത സാധനങ്ങളൊക്കെ നനഞ്ഞ സാധനങ്ങളുണ്ടായിരുന്നു, മറ്റേ പൂളിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടൊക്കെ 2 അവരവരുടെ കാര്യങ്ങൾ നോക്കി കൊണ്ടുവന്ന പെട്ടികളൊക്കെ ഒതുക്കി. അപ്പോൾ ഞാൻ പരിയപ്പുറത്തേക്ക് വന്നപ്പോഴാണ് എൻ്റെ 3 മക്കൾ നോക്കി നിൽക്കുക മമ്മീനെ കാണാണ്ട്. അപ്പോൾ അവർ ഞാൻ കിടക്കുമ്പോഴായാലും അത് അവരൊന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ നിന്നിട്ടാണ് ഞാൻ പോവുക. രാവിലെ എണീക്കുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോഴവർക്കൊരു ഇഷ്ടമുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ പോയി കിടന്നോളാൻ പറഞ്ഞു. ഒക്കെ എണ്ണയിട്ടുണ്ടായിരുന്നു. എണ്ണയിട്ട് ഞാനും തലയിൽ എണ്ണയിട്ടിട്ടാണ്. എനിക്കൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ സുഖമാവുള്ളൂ. എങ്ങനെ പുറത്ത് പോയി കുളിച്ചതുപോലെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ സൗകര്യത്തിന് കുളിക്കുകയും കിടക്കുകയും ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ പാച്ചു ഓൾറെഡി കാവൽ മാലാഖമാരെ കേട്ട് ഉറങ്ങി തുടങ്ങി. അങ്ങനെ ഒച്ചു കുളിക്കായിരുന്നു. ഡിവൈനൊക്കെ കിടന്നു. നാളെ പോയിട്ട് വേണം ചാക്കോച്ചനെ കൊണ്ടുവരാൻ. ഇത്ര ലേറ്റായ നിലയ്ക്ക് ഇന്ന് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവരാനും അക്കിക്ക് ഭയങ്കര സങ്കടം, 2 ദിവസം അവൻ്റെ കൂടെ നിന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസമല്ല 2-3 ദിവസം ഏറ്റവും ഭംഗിയിൽ തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കണം. നമുക്ക് നാളെ കാണാം കേട്ടോ.